പോപ്പ് സ്റ്റാർ മൈക്കിൾ ജാക്സൺ. നീ എന്താ വിളിച്ചേ? പോപ്പ് സ്റ്റാർ മൈക്കിൾ ജാക്സൺ എന്ന്. എന്താടാ നീ വിളിച്ചേ? എന്താണ് നീ മൈക്കിൾ ജാക്സൺ അല്ലേ? ആണേ. നീ മൈക്കിളെന്നല്ലേ എപ്പോഴും വിളിക്കുന്നത്? ഇപ്പോഴെന്താ ഒരു പോപ്പ് സ്റ്റാർ? ചുമ്മാ. ലോക പ്രശസ്തനായ മൈക്കിൾ ജാക്സന്റെ അത്രയില്ലെങ്കിലും നീ ഇന്ന് കേരളത്തിന്റെ പ്രശസ്തനായ മൈക്കിൾ ജാക്സൺ അല്ലേ? അയ്യോ എനിക്ക് വയ്യ. ഈ കോളേജിലെ പല പെമ്പിള്ളേരും നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും കൊതിച്ച് നടക്കല്ല എന്റെ മച്ചു. നടക്കും. ഇങ്ങ് വരട്ടെ, അവളുമാരുടെ കാല് ഞാൻ തല്ലി ഓടിക്കും. ഓ അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, രാവിലെ തന്നെ ഒരു ആലിംഗനവും ചുംബനവും ഒക്കെ കിട്ടിയായിരുന്നു. അതാരുടെ? നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛന്റെ. അച്ഛനിപ്പോ ഇവനോട് ഭയങ്കര സ്നേഹ. കോളേജ് ഇനാഗുറേഷന് ഇവന്റെ പ്രോഗ്രാം തന്നെ വേണോന്ന് പറഞ്ഞതേ പ്രിൻസിപ്പൽ അച്ഛനാ. ആണോ? അതെ, നമ്മളെ ഡാൻസ് ആണോ ചെയ്യാൻ പോകുന്നത്? ഏത് ഡാൻസാ ചെയ്യുന്നൊക്കെ ഞാൻ ഫിക്സ് ചെയ്തോളാം. അതോർത്ത് മക്കളാരും ടെൻഷൻ അടിക്കണ്ട. ഏതായാലും ഈ ഇനോഗ്രേഷന് നീ തകർക്കണം. ഇവൻ തകർക്കുമ്പോ തകരുന്ന ഒരുത്തനുണ്ട് ഇവിടെ. പ്രോഗ്രാം അനൗൺസ് ചെയ്തു, മൈക്കിൾ ഇതുവരെ എത്തിയില്ലല്ലോ. അവനിത് എവിടെ പോയി കിടക്ക? ഇപ്പോഴും ഞാൻ വിളിച്ചിരുന്നു, കിട്ടുന്നില്ല. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിനാണല്ലോ പറഞ്ഞത്. വല്ല ചുറ്റിക്കളിയുണ്ടോ? ഇല്ലടി, അവൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. നിങ്ങൾ റെഡിയാണല്ലോ അല്ലേ? നമുക്ക് ഈ പ്രോഗ്രാം അടിച്ചു പൊളിക്കണം. ഓ, അടിച്ചു പൊളിക്കാനുള്ള ആള് കൂടി എത്തിയാൽ ഓക്കെ. മൈക്കിൾ ഇതുവരെ എത്തിയില്ലേ? ടെൻഷൻ അടിക്കാതെ, അവൻ ഇപ്പൊ എത്തും. തൽക്കാലം നിങ്ങൾ ഈ ചുറ്റിക്കളി ഒന്ന് അവസാനിപ്പിക്കാവോ? മൈക്കിൾ ഇല്ലേലും വേണ്ടൂല. നിങ്ങൾ 4 പേരും കൂടി സ്റ്റേജിൽ കയറി ഒന്ന് തുടങ്ങി തരുമോ? അവനില്ലാതെ ഞങ്ങൾ കയറണമെന്നാണോ പറയുന്നത്? ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കി വെച്ച പേര് കളയണമെന്നാണോ ചെയർമാൻ പറയുന്നത്? അച്ഛന്റെ തെറി മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. ബാക്കി തെറി വേണമെങ്കിൽ ഞങ്ങളും കേട്ടോളാം. എന്താണോ അവിടെ എത്ര വലിയ ബഹളം? ഇതുവരെ പ്രോഗ്രാം തുടങ്ങിയില്ലേ? ഫാഷൻ പരേഡ് പോലെ നിരന്ന് നിൽക്കാതെ കാര്യം തുറന്ന് പറ. അച്ഛോ, മൈക്കിൾ ഇതുവരെ എത്തിയില്ല. ഫോൺ വിളിച്ചിട്ട് അവനെ കിട്ടുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യേ, നല്ലൊരു മ്യൂസിക് ട്രാക്ക് സെലക്ട് ചെയ്യേ. മൈക്കിൾ ജാക്സൺ തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ അവിടെ വന്നിട്ട് ചുവടുകൾ വെക്കാം. എന്താ അത് മതിയോ? എടാ പോയി അവന് വല്ല അപകടവും പറ്റിയെന്ന് അനൗൺസ് ചെയ്യേ. എന്നിട്ട് പ്രോഗ്രാം വേറെ ദിവസത്തേക്ക് മാറ്റി വെക്കേ. കുന്തം വിഴിഞ്ഞത് പോലെ പോയി അനൗൺസ് ചെയ്യേ.